ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. അതിൽ നിന്നും ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് അതിലൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് ചെറിയൊരു അടപ്പ് വെച്ച് അതിനകത്ത് വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ ആണ്. നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമുക്ക് ഇതുപോലെ വീതി കുറഞ്ഞ കുറേ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പീസും നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് അതൊന്ന് ചുറ്റിയെടുക്കണം. അപ്പൊ നമ്മൾ അതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ ഇതുപോലെ നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തതിന്റെ വേസ്റ്റ് വന്നിട്ടുള്ള കളർ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും വീതി കുറഞ്ഞ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. വീണ്ടും നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതൊന്ന് നിവർത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവർ ആയി കിട്ടും. ഇതുപോലെ തന്നെ പല കളറിലുള്ള പൂക്കൾ നമുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇതുപോലെ നമ്മളൊരു കുഞ്ഞു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. വേറെയും കുറച്ച് പൂക്കൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും കുറച്ച് ഇലകൾ കൂടെ കട്ട് ചെയ്തെടുക്കാം. അതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ആദ്യം ഇലകൾ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഇലകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇതുപോലെ നമ്മൾ ഇലകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലവർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ്. അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്നത്. ഒരെണ്ണത്തിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ ബാക്കി 5 എണ്ണേ ഉള്ളൂ. നമ്മളൊരു 2 എണ്ണം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ 2 എണ്ണത്തിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിത് രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുത്തതിന് ശേഷം അതിന് താഴെ ടിഷ്യൂ പേപ്പർ തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഇവിടെയും കൂടെ നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 ഇലകളും ഒരു ഫ്ലവറും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം തെർമോക്കോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഈ ഒരു സാറ്റൻ റിബൺ കൊണ്ട് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വാൾ ഡെക്കർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.